മൗത്ത് വാഷ് ഏറ്റവും പ്രോപ്പർ ആയിട്ട് ഡോർ എങ്ങോട്ടാന്നൊക്കെ പോണ വഴിക്ക് പറഞ്ഞുതരാം. എന്റെ കയ്യിൽ കുറച്ച് സാധനം ബാക്കിലോട്ട് വെക്കണം. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത 2 ഫ്രണ്ട്സിനെ പിക്കപ്പ് ചെയ്യാൻ പോകണം. അവർക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞാണ് അവരുടെ അടുത്ത് പോയി അവരെ കൂട്ടിക്കൊണ്ട് നമ്മുടെ പ്ലേസിലേക്ക് പോകുന്നത്. എവിടെയാണെന്നൊക്കെ ഉള്ളത് പോണ വഴി പറഞ്ഞുതരാം. കാരണം ഇപ്പോഴേ പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡൻസ് ഇവിടെ പോകും. ലെറ്റ്സ് ഗോ. അങ്ങനെ ഞങ്ങളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. നല്ല പെർഫെക്റ്റ് ക്ലൈമറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ചൂടുമില്ല എന്നാൽ വലിയ തണുപ്പുമില്ല, അങ്ങനത്തെ ഒരു കാലാവസ്ഥ. ഈ ഒരു കാലാവസ്ഥയിൽ യാത്ര ചെയ്യണം അടിപൊളിയാണ് കേട്ടോ. കാരണം ഇതുപോലത്തെ ഒരു കാലാവസ്ഥ വല്ലപ്പോഴും ഈ ബെൽജിയത്തിൽ കിട്ടാറുള്ളൂ. ഇവിടെ മിക്കപ്പോഴും ഒരു മഴയായിരിക്കും, അതും ഇങ്ങനെ ചാറ് പെയ്തുകൊണ്ടിരിക്കുന്ന മഴ. എന്നെ നേരത്തെ അറിയുന്നവർക്കറിയാം എനിക്ക് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ എന്നെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയാൽ മതി. കാരണം ഞാൻ ഭയങ്കരമായിട്ട് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എനിക്കൊരു ഓഫ് വീക്കെൻഡ് അല്ലെങ്കിൽ ഓഫ് ഡേ ഉള്ളപ്പോൾ ഒക്കെ എനിക്കൊന്ന് ചുമ്മാ പുറത്ത് പോവുക, എവിടെയാ എന്നതാണെന്നൊന്നുമില്ല, എന്നാലും ചുമ്മാ പുറത്ത് പോകണം, എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ കറങ്ങാൻ പോവാന്നൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര അതിൻ്റെ ക്ഷീണം എൻ്റെ മുഖത്ത് കാണുന്നുണ്ട്. ആണോ? ഈശോനെയൊക്കെ പരിഗണിച്ച ഒരു കുടത്തിലുണ്ടി ഉണ്ടല്ലോ ഇവിടെ. കഞ്ചാവ് നല്ല മിണ്ട ഒന്നും ചെയ്തില്ല. അപ്പൊ എങ്ങനെയാ ഞങ്ങളുടെ റോഡ് ട്രിപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. സപ്പോർട്ട് ചെയ്യുക. ഇനിയും പുതിയ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. എനിക്ക് അങ്ങനെ പറഞ്ഞ ശീലമായി പോയി. സോ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളെ എന്താ പറയുക പുതിയ കണ്ടന്റും ഒക്കെ ആയിട്ട് വരുമ്പോഴത്തേക്ക് എല്ലാം നിങ്ങളുടെ സ്നേഹം കമന്റ്സുമായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് തരാൻ ശ്രമിക്കുക. നമ്മൾ ഒത്തിരി പ്ലാൻ ചെയ്തിട്ട് ട്രിപ്പ് പോകുന്നതിനെക്കാട്ടി എപ്പോഴും അടിപൊളിയായിരിക്കും പെട്ടെന്ന് എടുക്കുന്ന തീരുമാനങ്ങൾ, അല്ലെങ്കിൽ സഡൻ ആയിട്ട് എടുത്ത് പ്ലാൻ ചെയ്ത് പോകുന്ന ട്രിപ്പുകളായിരിക്കും ഏറ്റവും അടിപൊളി. ആ മൊമെൻറ്റ്സ് ഒക്കെ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കും. പിന്നെ ഫ്രണ്ട്സായിട്ടുള്ള ട്രിപ്പൊക്കെ ആണെങ്കിലോ അത് വേറെ തന്നെ വൈബാണ്. നമ്മൾ ഒരുത്തനെ കളിയാക്കി അല്ലെങ്കിൽ അടുത്ത ആർക്ക് നമ്മൾ കളിയാക്കണം എന്ന് ഓർത്താണ് നമ്മൾ ഇരിക്കുന്നത്. പിന്നെ ചെറിയ ചെറിയ വഴക്കുകളുണ്ടാവും, അതൊക്കെ അതിനേക്കാൾ വലിയ ചെരികൾ നമുക്ക് തരുകയും ചെയ്യും. അതൊക്കെ ചേർന്നിട്ടുള്ള ഒരു വൈബ് വേറെ തന്നെയല്ലേ? നിങ്ങൾക്കത് തോന്നിയിട്ടില്ലേ? നമ്മുടെ റോഡ് ട്രിപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാമോ? കാറാണ് നമ്മുടെ റോഡ് ട്രിപ്പിലെ ഹാർട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെയിൻ റോള് കാറാണ് വഹിക്കുന്നത്. കാരണം അതിനകത്ത് തമാശകളും അതിലിരുന്നുള്ള വർത്താനവും ഡ്രൈവിങ്ങും കാഴ്ച കാണലും കളിയാക്കലും ഒക്കെ ആ കാറാണ് മെയിനായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നത്. പക്ഷെ നമ്മൾ ഈ ബസ്സിൽ പോയാലോ അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ പോയാലോ അത് കിട്ടണം. നമുക്ക് വേണമെന്നും തോന്നിയാൽ ഇടയ്ക്ക് നിർത്തി വ്യൂസൊക്കെ കാണാം. പിന്നെ ഇല്ലെങ്കിൽ സൈലൻ്റായിട്ട് നമുക്ക് വ്യൂസ് ആസ്വദിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്കൊന്ന് ബോറടിക്കുവാണെങ്കിൽ കൂടിയിരിക്കുന്നവനെ കളിയാക്കാം. അല്ലെങ്കിൽ എന്താ പറയണേ, സങ്കടം വരുവാണെങ്കിൽ അല്ലെങ്കിൽ ദേഷ്യം വരുവാണെങ്കിൽ അവരോട് ദേഷ്യപ്പെടാം. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ. പിന്നെ പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്ത് പോകുന്നതിൻ്റെ ഒരു സുഖം അതും വേറൊരു ലെവലാണ്. ഞാനങ്ങനെ ഒത്തിരി റോഡ് ട്രിപ്പൊന്നും പോയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്കിപ്പം മനസ്സിലായി നമ്മൾ ഇത്ര നാൾ പോയതിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത് ഇതുപോലത്തുള്ള കുറേ മൊമെൻറ്റ്സും അല്ലെങ്കിൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഓർമ്മകളായിട്ട് പിന്നീട് ഉണ്ടാവുന്നു. ലൈഫ് എപ്പോഴും പെർഫെക്റ്റ് ആവണമെന്നൊന്നുമില്ല. നമുക്ക് എപ്പോഴും ഇന്ന പോലെ നടക്കുമെന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. ഞാൻ കുറച്ചധികം വാചാലയാവുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. എങ്കിലും ഇനി നമ്മൾ ഡെസ്റ്റിനേഷനിലേക്ക് അടുത്തെത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് 2 സ്ഥലങ്ങൾ കാണാനായിരുന്നു. പക്ഷേ
ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഈവനിങ്ങിലാണ് പോയെന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ പ്ലേസ് കണ്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒത്തിരി ലേറ്റ് ആകും, ഇരുട്ടു എന്നുള്ളത് കൊണ്ടാണ് പോകാണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ അവിടെ മാക്സിമം എൻജോയ് ചെയ്തിട്ട് നമ്മൾ അടുത്ത സ്ഥലത്ത്. അപ്പോൾ ഗൈസ് നമ്മളിവിടെ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ദ്വീപുണ്ടല്ലാണ്ട് നമ്മൾ ജർമ്മനി, ബെൽജിയം, നെതർലാൻഡ്സ് ഈ 3 കൺട്രിയിൽ ഒരുമിച്ച് നമ്മളെത്താൻ പോവാണ്. ആ സ്ഥലത്തെത്തി നമ്മൾ അങ്ങോട്ട് നടക്കണം. വണ്ടി എഴുതുന്നുണ്ട് ഗൈസ്, എന്റെ ക്യാമറമാൻ ഇവിടെ വീഴാന്. അപ്പൊ ഗൈസ് ഞങ്ങൾ എത്തി, വീഡിയോസ് ഒക്കെ എടുത്തു. We are going back, guys. We are going back, guys. We are going back to another location. അതെ, ഒരു റീൽ വരുന്നുണ്ട്. അതെ, റീല് ഈ വീഡിയോയുടെ ഇടയ്ക്ക് ഞങ്ങൾ ഇടുന്നതായിരിക്കും. ഓക്കെ, യെസ്. അന്ത റീല് അതിർത്തി തർക്കം ഒന്നും പറയണ്ട, എല്ലാം പിരിയായി വലിയായി എല്ലാം സെറ്റായി. ഇപ്പൊ എല്ലാം സെറ്റായി. ഇപ്പൊ നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ആഗ്രഹം പറഞ്ഞു, പക്ഷെ ജീവിതം സമ്മതിക്കുന്നില്ല. അതാണ് അവസ്ഥ. അല്ല, ഇതിലല്ല, നേരെ വഴി പോലും അറിയത്തില്ല ആർക്കും. അത് കഴിഞ്ഞ് നമ്മള് ഇപ്പൊ നേരെ പോകുന്ന വീട്ടിലേക്ക് പോകുന്നതിന്റെ ഇടയ്ക്ക് നമുക്കൊരു സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. ആ സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു? മൊണ്ടാഗ്നി ദിബിറൻ. അങ്ങനെ എന്തോ കാണാൻ പോകുന്നു നമ്മൾ. ഈ സൂര്യനില്ലേ ഈ തോട്ടിലോട്ട് പോകുന്നു. സൂര്യാസ്തമം കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്നതായിരിക്കും ഗൈസ്. അവിടെ ചെന്നിട്ട് ഞങ്ങൾ എന്നാ പറയുന്നത്, നിങ്ങളെ കാണുന്നതായിരിക്കും. ഞങ്ങൾ അവിടെ എത്തിയിട്ട് ഇനി ഞങ്ങൾ ആക്ച്വലി കാർ പാർക്കിങ്ങിലോട്ട് പോവാണ്. അവിടെ എത്തി കഴിയുമ്പോൾ ബാക്കി വിശദീകരിച്ച് എല്ലാം പറഞ്ഞുതരാം. ഓക്കെ. അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി. അവിടെ നിന്നുകൊണ്ട് ചെറിയ റീലും എടുത്തിട്ടുണ്ടായിരുന്നേ. അത് വേണമെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ആഡ് ചെയ്യാം. കാറി കയറി വർത്താനം തുടങ്ങി. പിന്നെ പാട്ടായി, ബഹളമായി, കളിയാക്കലായി, ചിരിയായി, അങ്ങനെ എല്ലാം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം നമ്മൾ കാണിക്കുന്ന ഓരോ വ്യൂ ആണ്. അവിടെ എന്ത് രസമാണ്, എന്ത് ഭംഗിയായിട്ടാണ്, നാട്ടിലൊരു വൈബൊക്കെ തോന്നുന്നുണ്ടെന്നൊക്കെ ഓരോരുത്തരും പറയുന്നുണ്ട്. അതിനിടയ്ക്ക് കുറച്ച് തള്ളലും ഏറ്റു പറയുന്നുണ്ട്. പിന്നെ ഏകദേശം സൺസെറ്റിൻ്റെ സമയം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോയില്ല. ആക്ച്വലി സൺസെറ്റ് ആയിരുന്നു ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം, അവിടെ പോയി കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞങ്ങൾ ഓൾറെഡി ഇവിടുന്ന് ലേറ്റ് ആയതുകൊണ്ട് തന്നെ 1 hour വേണം അങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യാൻ. അപ്പോഴത്തേക്ക് സൺസെറ്റ് കഴിയും. നമ്മൾ പോണ വഴിക്ക് തന്നെ സൺസെറ്റ് കാണാൻ പറ്റി. അതുകൊണ്ട് ആ ഒരു വിഷമില്ലായിരുന്നു. വഴിക്കേ നമ്മുടെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു നമുക്ക് വേണ്ടി ഒരു സൺസെറ്റ് വഴിയിൽ എവിടെയോ നിൽക്കുന്നത് പോലെ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ഫുൾ സൺസെറ്റ് കണ്ടിട്ടാട്ടോ വീണ്ടും യാത്ര തുടങ്ങിയത്. അതെനിക്ക് വീഡിയോയിൽ പകർത്താൻ പറ്റില്ല. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ ആ ഒരു നമ്മൾ ഫുഡ് കഴിക്കാൻ എവിടെ പോണേ? ഇങ്ങോട്ട് കാണാം. നമ്മൾ ഫുഡ് കഴിക്കാൻ എവിടെ പോണേ? ആൻഡ്രൂയിൽ താമസിച്ചു കറങ്ങാൻ ഫുഡ് അടിക്കാൻ നമ്മൾ ജർമ്മനി വരെ മറ്റൊരു പാട്ടുണ്ട്. ആ പാട്ടിനകത്ത് നമ്മൾ ഇച്ചിരി കേൾപ്പിക്കാൻ ഇവിടെ ആഡ് ചെയ്തു. വളരെ മനസ്സിലാവും ഏത് പാട്ടാണ്. പാട്ട് ഏതാന്നല്ലേ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഗസ്സുണ്ടോ? വേറെ ഏതോ അല്ല, നമ്മുടെ വെട്ടത്തിലെ പാട്ട് മക്കസായി മക്കസായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആ പാട്ടിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് എന്താ പറയണേ, കോപ്പിറൈറ്റ് വരുമെന്നുള്ള പേടികൊണ്ട് ഞാനത് ഇട്ടില്ലെന്ന് മാത്രം. ആക്ച്വലി ആ പാട്ടിട്ട് ഫുൾ വൈബിലാണ് ഞങ്ങൾ പോയത്. വേറൊന്നുമല്ല അവൻ പറയണത്, അവർ ഇങ്ങനെ ഒരു മൂഡ് കയറി അവർ ലണ്ടൻ വരെ പോയി. നമ്മൾ ലണ്ടൻ വരെ ഒന്നും പോയില്ലെങ്കിലും ബെൽജിയത്തിലെ ആൻവർപ്പിൽ നിന്ന് നമ്മൾ നെതർലാൻഡ്സിൽ കാഴ്ച കാണാൻ വന്നിട്ട് നെതർലാൻഡ്സിൽ നിന്ന് വീണ്ടും നമ്മൾ ജർമ്മനിക്ക് ഫുഡ് കഴിക്കാൻ പോവാണ്. അങ്ങനെ ഫുൾ ഓൺ വൈബായിരുന്നു. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പാട്ട് അത്രയും വൈബുള്ള പാട്ടാണല്ലോ. പിന്നെ നമ്മൾ 4 പേരും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ്ട്രാ ഒരു എനർജി ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്താട്ടോ പോയത്.
will arrive in 30 minutes. 10 minutes. 12 minutes to go. Welcome to Trivandrum, guys. വണ്ടിയുടെ എങ്ങനെയാണ് പഠിക്കുന്നത് ഞാൻ പഠിപ്പിച്ചു തരാം. ജോയൽ ടോമിയുടെ ഗൈഡ് ലൈൻസ് വെച്ച് ഈ കഥക് എന്ന് പറഞ്ഞ സാധനം ഇത് ഇങ്ങനെ വരുമ്പോൾ ഒരു നാക്ക് വരും. ആ നാക്ക് വെച്ച് ഇങ്ങനെ അടിച്ച് അടഞ്ഞു പോയി. അത്രേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ ഞാനാണ് ഈ ഇവരുടെ കൂടുതൽ ഏറ്റവും പ്രോപ്പർ ആയിട്ട് ഡോർ ഞാൻ തരാം. ഇത്രയുള്ള കാര്യം. ഓക്കേ അല്ലായിരുന്നോ? പോണ വഴി ഞാൻ ഉറങ്ങിപ്പോയി, അതുകൊണ്ട് എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അത്രയേ ഉള്ളൂ. അതിർത്തി തർക്കം ഞാനെന്റെ തറവാട്ടിലെ അവകാശം ചെന്നേ വിധിയായി വലിയായി ഒടുവിലിങ്ങനെയൊക്കെ. അയ്യോ അത് തീർന്നില്ലേ? എവിടെ തീരാൻ? ഇതാണ് ഞങ്ങളുടെ മൊത്തം പറമ്പ്. 48 സെന്റ് ചില്ലുവാനം. ചില്ലാനെന്ന് വെച്ചാൽ 6 ലിങ്സ് വരും. ഇതാണ് കിഴക്കേ അതിരി. നമ്മുടെ ബാലഞ്ചന്റെ വീടിന്റെ. അതെ, അതിലേ ഒരു 20 സെന്റ് സ്ഥലം ഇങ്ങനെ അമ്മനെ പറ്റി ചേട്ടന്മാരെ എഴുതി വാങ്ങിച്ചു. വില്ലന്മാരെ. പിന്നെ ഈ കാണുന്ന 16 സെന്റ് സ്ഥലം അച്ഛന്റെ 16 നടത്താൻ വിറ്റ് തുളച്ചി. പിന്നെ ഈ 18 സെന്റ് സ്ഥലം മൂത്ത പെങ്ങളുടെ കല്യാണത്തിന് അമ്മയെ മുറിച്ചു. അത് പെങ്ങളുടെ കല്യാണത്തിനല്ലേടോ? അവിടെ നിന്ന് അത് കേസിൽ കിടന്ന പറമ്പാണ്.